ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ജോസഫ് മർഫിയുടെ ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകം. ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇത്തരം പുസ്തകങ്ങൾ അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മനീഷ് സാറിൻ്റെ ക്ലാസ് നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോക്ക്. ഒരു പ്രവാസിയായിരുന്ന അദ്ദേഹത്തിന് ഒരു മാസം 10,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് 10,000 രൂപയിലധികമാണ് ഒരു ദിവസം വരുമാനമായിട്ട് കണ്ടെത്താൻ കഴിയുന്നത്. അതാണ് ഒരു ബിസിനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. പേൾ വൈൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളല്ല ഇതിൽ 90% ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നറിയാം. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യലി തകർന്ന് തരിപ്പണമായ ജീവിതവുമായിട്ടാണ് പല ആളുകളും ഇത്തരം മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ വിജയത്തിൻ്റെ കഥകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ലേബർ മൈൻഡ് സെറ്റ് മാറി ബിസിനസ് മൈൻഡിലേക്ക് അയാൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് വളരെ നന്നായി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂടെയുള്ള നമ്മുടെ സഹവാസം, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെയാണ് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനും ആ ഗോൾ സെറ്റ് ചെയ്ത ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുന്നത് നല്ല വായന തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ ജോസഫ് മർഫി നമുക്കറിയാം, വളരെ നല്ല ഒരു എഴുത്തുകാരനാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഒരു ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകമാണിത്. നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും അതുപോലെ തന്നെ മലയാളം പതിപ്പും ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ചെറുപ്പം തൊട്ട് തന്നെ നമ്മളിൽ മിക്കവർക്കും പ്രതികൂലമായ പല നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ നിഷേധിക്കേണ്ടത് എങ്ങനെ എന്നറിയാതെ നാം മിക്കപ്പോഴും ആ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം പ്രതികൂല നിർദ്ദേശങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇതാ, നിനക്ക് ഇത് സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മളോട് ഇത്തരം വാക്കുകൾ പല ആളുകളും ഉപയോഗിച്ച് കാണും. നിനക്ക് ഒരിക്കലും ഒന്നും ആയിത്തീരാൻ കഴിയില്ല, നീ അത് ചെയ്യരുത്, നീ പരാജയപ്പെടും, നീ വിജയിക്കാനുള്ള സാധ്യത തീരെയില്ല, നീ ചെയ്തതെല്ലാം തെറ്റാണ്, നീ ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, നിനക്കെന്തറിയാം എന്നതിലല്ല, ആരെ അറിയാം എന്നതിലാ കാര്യം. ഈ ലോകം മുഴുവൻ നാശത്തിലേക്ക് നീങ്ങുകയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത്ര കഷ്ടപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നിനക്ക് വല്ലാതെ വയസ്സായി കഴിഞ്ഞു, സ്ഥിതിഗതികളിലാകെ വഷളാവുകയാണ്, നിനക്ക് ജയിക്കാൻ സാധിക്കുകയില്ല, നീ ഉടൻ തന്നെ കടക്കണിയിലാകും, സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്കും വൈറസ് ബാധയേൽക്കും, ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. പ്രായപൂർത്തിയായ വ്യക്തികൾ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർഗാത്മകമായ ആത്മനിർദ്ദേശം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലൊഴിച്ച് നമ്മുടെ മനസ്സിൽ മുൻപ് പതിഞ്ഞിട്ടുള്ള ചിന്തകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും തോൽവിക്ക് കാരണമാകുന്ന സ്വഭാവങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ജീവിതചര്യകൾ താളം തെറ്റിക്കുന്ന നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമായി തീരുന്ന ഇത്തരം പ്രതികൂല നിർദ്ദേശങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ആത്മനിർദ്ദേശം എന്ന് പറയുന്നത്.
ബാഹ്യനിർദ്ദേശത്തെക്കുറിച്ചുള്ള ചില വിവരണങ്ങളും വിലയിരുത്തലുകളുമാണ് ഇവിടെ ഞാൻ വിശദമാക്കിയിരിക്കുന്നത്. ഏത് ദിവസത്തെ പത്രം എടുത്തു നോക്കിയാലും മനുഷ്യ മനസ്സിൽ നിരർത്ഥകത, പേടി, ആശങ്ക, ദുരന്ത സൂചന എന്നിവ വിതയ്ക്കുന്ന ഒട്ടനവധി വാർത്താ ശകലങ്ങൾ കാണാനാകും. അവ ഗൗരവത്തിലെടുത്താൽ അതുണ്ടാകുന്ന ഭയം കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടും. നമ്മുടെ ഉപബോധ മനസ്സിന് സർഗാത്മകമായ ആത്മനിർദ്ദേശങ്ങൾ കൊടുക്കുക വഴി ഇത്തരം ഭയാശങ്കകളെ തുരത്താനാകുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ലോകം നൽകുന്ന വിനാശാത്മകമായ നിർദ്ദേശങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനാവും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നൽകുന്ന പ്രതികൂലമായ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നിരന്തരം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവയുടെ സ്വാധീനത്തിൽ നിങ്ങൾ വഴങ്ങേണ്ടതില്ല. എല്ലാവരും തങ്ങളുടെ ചെറുപ്പത്തിലും കൗമാരത്തിലും ഇത്തരം നിർദ്ദേശങ്ങളുടെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഒന്ന് പുറകോട്ട് നോക്കിയാൽ നിങ്ങളുടെ രക്ഷിതാക്കൾ, കൂട്ടുകാർ, ബന്ധുക്കൾ, അധ്യാപകർ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരും പ്രതികൂല നിർദ്ദേശങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇവയെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അവയിൽ മിക്കതും ആശയപ്രചാരണത്തിൻ്റെ രൂപത്തിലാണെന്ന് മനസ്സിലാകും. നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കാം അവയൊക്കെ. ബാഹ്യനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രക്രിയ വീടുകളിലും സ്ഥാപനങ്ങളിലും ക്ലബ്ബുകളിലും വ്യവസായശാലകളിലുമെല്ലാം ഒരുപോലെ നടന്നു വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൃത്യമായി ഒന്ന് പഠിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പലപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ അതിന് ഉദാഹരണമായി പറയുന്നത്, നമ്മളെന്നും ചർച്ച ചെയ്യുന്ന പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക ആശയവുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഞാനും താങ്കളെ പോലുള്ള ആളുകളും ഒക്കെ പിന്നോട്ടടിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനീഷ് സാറിൻ്റെ മനോഹരമായ ഒരു ക്ലാസ് നമ്മൾ ഇന്നലെ കേട്ടു. നമുക്കിവിടെ 6 പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ് നമുക്ക് മുമ്പിലേക്കുള്ളത്. അപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ആരോ എപ്പോഴോ നിനക്കിത് സാധിക്കില്ല, നിനക്കിത് കഴിയില്ല, നിനക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അവർ പോലും അറിയാത്ത ഒരുപാട് നിഷേധാത്മക നിർദ്ദേശങ്ങൾ, നിഷേധാത്മക ചിന്തകൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. തീർച്ചയായും ആ ഒരു ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരുപക്ഷെ ഏത് പ്രോഗ്രാമിലും, ബിസിനസ്സിൽ മാത്രമല്ല ലൈഫിലും വിജയം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ വളരെ ചെറിയ പ്രവർത്തനങ്ങൾ കൂട്ടായി ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് വളരെ സജീവമായി പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്ന ഒരു ടീം നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഞാനും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒക്കെ. ഇവിടെ നമുക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും, നമ്മുടെ കടക്കണികളിൽ നിന്നും, നമ്മുടെ EMI കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ, അതായത് ഡിജിറ്റൽ കറൻസി പ്രോഗ്രാം, PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം, സോഷ്യൽ മീഡിയ, മൊബൈൽ നെറ്റ്വർക്ക്, ഇ-കോമേഴ്സ് ആൻഡ് ഗെയിമിംഗ്, ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ പാർട്ണറായി നമ്മൾ മാറുക. ഇവിടെ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ നമ്മുടെ കൂടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നു. ആ സിസ്റ്റത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് നമുക്ക് അറിയാം. അങ്ങനെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിയുകയാണെങ്കിൽ പേൾവെയിൻ ഇന്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ ലോകം തന്നെ തുറന്നിടും. നമുക്കിവിടെ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ യാത്രകളിൽ നമുക്ക് എപ്പോഴും ഒരു ധൈര്യം ലഭിക്കുന്നത് ലോകപ്രശസ്തരായ ഒരുപാട് മോട്ടിവേഷൻ എന്ന് ഞാൻ പറയില്ല, അവരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു നൽകിയ ആത്മനിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. ഇവിടെ പണം എന്ന് പറയുന്ന ഒരു ഏറ്റവും മൂല്യമുള്ളൊരു വാല്യൂ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക. അതിന് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിരന്തരമായി പരിശീലിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.